നമസ്കാരം. സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ ആഘോഷങ്ങൾ നടക്കുകയാണ്. ഈ സമയത്ത് യുവമോർച്ചയുടെ ചുമതലയുള്ള അഞ്ജലി നമ്മോടൊപ്പം ചേരുകയാണ്. അഞ്ജലി, നമസ്കാരം. നമസ്കാരം. വിജയത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും, ഓരോ പ്രവർത്തകർക്കും വിജയത്തില് ഓരോ ചെറിയ റോളാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഈ തൃശ്ശൂർ ജില്ലയിലുള്ള ഓരോ പ്രവർത്തകരും ബൂത്ത് തലം മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അത് 18 മാസത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടാണ് ഇപ്പോൾ ഫലം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്രവർത്തനം ഇവിടെ കൂടി ചേർന്നിട്ടുള്ള ഓരോ പ്രവർത്തകർക്കും ആ വിജയത്തില് അവരുടേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പങ്ക് തന്നെയുണ്ട്. തൃശ്ശൂരിന്റെ സുനിലേട്ടനോട് എന്താണ് പറയാനുള്ളത്? വിഷമിച്ചിരിക്കുകയായിരിക്കില്ല ആള്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിഷമം നമുക്ക് മനസ്സിലാക്കാം. കാരണം വിഷമിക്കാൻ പാർട്ടി ഓഫീസിലാണോ വീട്ടിലാണോ അതൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം എവിടെയായിരിക്കുന്നില്ല. മുരളേട്ടൻ ഇന്നലെ തൃശ്ശൂർ ജില്ല വിട്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വളരെ വിഷമിച്ചിട്ട് കേരളത്തിൽ ബി.ജെ.പി ജയിക്കില്ല, അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞ വ്യക്തി ഇന്നലെ തൃശ്ശൂർ ജില്ല വിട്ടുപോകുന്ന കാഴ്ച തന്നെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ സുനിലേട്ടൻ ചിലപ്പോൾ ഒന്നെങ്കിൽ തൃശ്ശൂർ ജില്ല വിട്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസിൽ ഇരുന്നിട്ട് തങ്ങളുടെ വിഷമം പങ്കുവെച്ച് പരസ്പരം പഴിചാരിയും ഒക്കെ ഇരിക്കുന്നുണ്ടാവാം. ഇപ്പോ 6 നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പി 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടല്ലോ. അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അനുകൂലമാകുമോ? അത് തീർച്ചയായിട്ടും. കാരണം 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത്രയും വോട്ട് അവിടെ ബി.ജെ.പി താമര ചിഹ്നത്തിനുണ്ട്, സുരേഷ് ഗോപിക്ക് ഉണ്ട്. അത് ഭാവിയില് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷനുകളിലായാലും ഏത് തെരഞ്ഞെടുപ്പിലായാലും ഇനി അത് ബി.ജെ.പിക്ക് വളരെയധികം സാധ്യത നൽകുന്ന ഒരു ഘടകം തന്നെയാണ് ഈ 1ാം സ്ഥാനം എന്നുള്ളത്. സുരേഷ് ഗോപിയെ ചെമ്പ് ഗോപി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചില്ലേ കുറെ ആളുകൾ? അവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ചെമ്പല്ല തനി തങ്കമാണ് എന്നുള്ളത്. തൃശ്ശൂരുകാര് ഈ ചെമ്പ് ഗോപി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ആൾക്കാർക്ക് മുന്നിലേക്ക് കാഴ്ചവെച്ചേക്കാണ്. തൃശ്ശൂരുകാരെ ജയിപ്പിച്ചു വിട്ട വ്യക്തി അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ചെമ്പല്ല, അദ്ദേഹം തനി തങ്കമാണെന്നുള്ളത് ജനങ്ങൾ അവർക്ക് മുന്നിലേക്ക് കാഴ്ചവെച്ചേക്കാണ്. അപ്പൊ ഇതിൽ കൂടുതൽ നമുക്ക് എന്താ പറയാനുള്ളത്? അദ്ദേഹം തനി തങ്കാണ്. സ്ത്രീകളുടെയാണോ പുരുഷന്മാരുടെയാണോ ഏറ്റവും കൂടുതൽ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്? നമുക്ക് നോക്കുമ്പോൾ കാണാം എല്ലാ ഭാഗത്തുനിന്നും പിന്തുണയുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഇത്തവണ സുരേഷ് ഗോപിക്ക് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് യുവതികളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ തന്നെ പല വിങ്ങുകൾ പല സ്ഥലങ്ങളിൽ തൃശ്ശൂർ ജില്ലയുടെ പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്ത്രീകളുടെ മാത്രം വിങ്ങുകളായിട്ട്. അപ്പൊ സ്ത്രീകളുടെ ഒരുപാട് വീട്ടമ്മമാര് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അകത്തിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാര് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പുറത്തേക്ക്, അതിനൊക്കെ നമ്മൾ സാക്ഷികളാണ്. നമ്മുടെ കൂടെ ഇഷ്ടംപോലെ വീട്ടമ്മമാര് പുറത്തേക്ക് വന്നിട്ടുണ്ട് പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ നമ്മൾ സാക്ഷികളാണ് അതിനൊക്കെ. ഈ അവസാനമായിട്ട് ഒരു ഒറ്റ കാര്യം കൂടി, ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ടുണ്ടല്ലോ, അത് വലിയൊരു വിഭാഗം സുരേഷ് ഗോപി പിടിച്ചിട്ടുണ്ട്. ഉണ്ട്. കാരണം അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു വിജയവും കിട്ടിയത്. എല്ലാ വിഭാഗങ്ങളുടെയും, ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ആയാലും മുസ്ലിം വിഭാഗങ്ങളുടെ ആയാലും എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ഇത്തവണ ഇഷ്ടംപോലെ സുരേഷ് ഗോപിക്ക് വന്നിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എത്രത്തോളം ഉണ്ട് ചേട്ടാ സന്തോഷം? വളരെ 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 സന്തോഷമുണ്ട്. മാതാവിന്റെ സ്വർണ്ണകിരീടം ഇപ്പൊ സത്യയില്ലേ, മാതാവിന്റെ സ്വർണ്ണകിരീടം ഇപ്പൊ സത്യയി. തിരുവമ്പാടി കണ്ണന്റെയും അതുപോലെ തന്നെ പാറമേക്കാവിലെ അമ്മയുടെയും വടക്കുന്നാഥിന്റെയും അനുഗ്രഹം സുരേഷ് ഗോപിക്ക് കോരി ചെരിഞ്ഞോക്കാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇത്രയും വലിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ സുരേഷ് ഗോപിയെ ചെമ്പ് ഗോപി എന്ന് വിളിച്ചിരുന്ന ആക്ഷേപിച്ച ആളുകളുണ്ടല്ലോ, അവരോട് എന്താ പറയാ? ചെമ്പാണോ സ്വർണ്ണാണോ എന്ന് ഇപ്പൊ വിജയിച്ചപ്പോ മനസ്സിലായി ഇല്ലേ? ചെമ്പാണോ സ്വർണ്ണാണോ സുരേഷ് ഗോപി കൊടുത്തിട്ടുള്ള കിരീടം എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ചെമ്പാണോ സ്വർണ്ണാണോ എന്ന് ഇപ്പൊ ശരിക്കും മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. മാതാവിന്റെ കൊടുത്തുള്ള കിരീടം ഏതാന്നുള്ളത്. എത്ര ഭൂരിപക്ഷം നേടും? 1,00,000 അടുത്ത് ഭൂരിപക്ഷം നേടും. ഇപ്പൊ തന്നെ 70 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഈ നമ്മുടെ കരുവന്നൂർ വിഷയം ഉണ്ടല്ലോ, അത് എത്രത്തോളം വലിയ രീതിയിൽ സുരേഷ് ഗോപിക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പിന്തുണ കിട്ടിയിട്ടുണ്ട്? നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട്. കരുവന്നൂർ വിഷയം ജനങ്ങളിലേക്ക് എത്തിച്ച് അത് സുരേഷ് ഗോപി തന്നെയാണ്. ആ സുരേഷ് ഗോപിയുടെ യാത്രയും കാര്യങ്ങളും തന്നെയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് നല്ല ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ഉണ്ടല്ലോ, സുരേഷ് ഗോപി ഏറ്റവും വലിയ രീതിയിൽ വേട്ടയാടിയ ഒരു ചാനലാണ്. അതിലെ ഒരു മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപി കയറി പിടിച്ചു എന്നുള്ള രീതിയിലുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. ആ സംഭവമൊക്കെ ജനങ്ങളെ ഏത് രീതിയിലാണ് കണ്ടതെന്നുള്ളതിന്റെ ഒരു റിസൾട്ട് ആണത്. തീർച്ചയായും ആ സ്ത്രീ സുരേഷ് ഗോപിക്ക് എതിരായിട്ട് ഇങ്ങനൊരു വേറൊരു കാൻഡിഡേറ്റിനും ഇങ്ങനൊരു ആരോപണം വന്നിട്ടില്ല. പക്ഷെ അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഈ വിജയം. മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം, എന്താണ് ക്രൈസ്തവ സമൂഹം സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്? ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എന്റെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളെ പോലുള്ള ക്രിസ്ത്യാനികള് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് ചിന്തിച്ചത് കൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഇത്രയധികം ഭൂരിപക്ഷത്തോട് ജയിക്കാൻ കഴിഞ്ഞത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. എങ്ങനെ കാണുന്നു ചേച്ചി സുരേഷ് ഗോപിയുടെ വിജയം? ഭയങ്കര സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷമാണ്. പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും വലിയൊരു വിജയം? പ്രതീക്ഷിച്ചിരുന്നു. ഇത് കോൺഗ്രസിന്റെയും LDF-ന്റെ ഒരു തകർച്ചയായിട്ട് കാണാൻ പറ്റുമോ തൃശ്ശൂരിലെ? കാണാൻ പറ്റും, ഉറപ്പാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. എങ്ങനെ കാണുന്നു വിജയം? എങ്ങനെ കാണുന്നു? ഞാൻ ഇന്നേ വരെ വോട്ട് ചെയ്യാത്ത വ്യക്തിയാണ്. പക്ഷെ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിനെ കണ്ടിട്ടാണ് വോട്ട് ചെയ്തത്. അങ്ങനെ ചെയ്യണം നല്ല കാര്യങ്ങള്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങള്. അപ്പൊ ഞാൻ വിശ്വസിച്ചിരുന്നു ഇക്കൊല്ലം
ആള് ഇവിടെ തൂത്തുവാരി തൃശ്ശൂർ എടുക്കും എന്ന് പറഞ്ഞു. തൃശ്ശൂർ ആളെടുത്തു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സുരേഷ് ഗോപിയെ പറ്റി ഒരുപാട് ആരോപണങ്ങൾ പറയുന്ന ആളുകളാണ് ഈ LDF UDF ആളുകൾ. നിരവധി ആരോപണങ്ങൾ. ആ സംഭവങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് എന്തായിരുന്നു തോന്നിയത്? നല്ലത് ചെയ്യണവരെ എപ്പോഴും കുത്തിക്കൊണ്ടേയിരിക്കും. ആ നേരം പൊട്ട ചെയ്യണവരെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കും. സുരേഷ് ഗോപിനെ എന്തോരം കുത്തിയാലും ആളൊരു നല്ല വ്യക്തിയാ. അതുകൊണ്ട് ആളത് കൂടെ ജനങ്ങളുണ്ടായിരുന്നു, ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നല്ല വിജയത്തോടു കൂടി ആൾ മുന്നേറിയത്. തൃശ്ശൂരിലെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു? നല്ല വർക്ക് തന്നെ ചെയ്തിട്ടുള്ളത്. ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ കരുവന്നൂർ വിഷയം വലിയ പോസിറ്റീവായിട്ടുണ്ട്. കരുവന്നൂർ വിഷയം സുരേഷ് ഗോപിക്ക് നല്ല അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി നല്ല അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. സുരേഷ് ഗോപിയുടെ വിജയം ഏത് രീതിയിലാണ് കാണുന്നത്? ഞങ്ങൾ ഒരു ലോകം പിടിച്ചടക്കിയ പോലത്തെ സന്തോഷത്തിലാണ്. വളരെ സന്തോഷഭരിതരായിട്ടാണ് തൃശ്ശൂരിലെ BJP പ്രവർത്തകർ. അത് ഞങ്ങൾക്ക് വർണ്ണിക്കാനാവില്ല. അതുപോലെയാണ് ഞങ്ങളുടെ സന്തോഷം. നിരവധി ആരോപണങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വന്നിരുന്നു. അതിൽ ഏറ്റവും വലിയ പരിഹാസമായിട്ടുള്ള ഒരു രീതിയിൽ ഒരുപാട് ആളുകൾ പ്രതികരിച്ച് ചെമ്പുഗോപി എന്നുള്ള രീതിയിലൊക്കെ വിളിച്ചിരുന്നു. അതെ ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ദുർഗപള്ളിയിലെ അദ്ദേഹം മാതാവിനൊരു കിരീടം, സ്വർണ്ണ കിരീടം സമ്മാനിച്ചപ്പം അസൂയാലുക്കളായിട്ടുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ പ്രവർത്തകന്മാരും പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഓരോ കഥകൾ, അത് അദ്ദേഹത്തിന് അങ്ങേയറ്റം തേജോധം ചെയ്യുന്ന മാതിരിയുള്ള നിരവധി കഥകൾ ഉണ്ടാക്കുകയും അപമാനിക്കുകയും ചെയ്തു. പക്ഷേ തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. മാനസികമായിട്ട് അവര് സുരേഷ് ഗോപിയെ കൂടുതൽ ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. അതാണ് ഇത്ര വലിയൊരു വിജയം ഉണ്ടാവാനുള്ള കാരണം. ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഇസ്ലാം മതത്തിലെ ആളുകളാണോ ക്രിസ്ത്യൻ മതത്തിലെ ആളുകളാണോ കൂടുതൽ സുരേഷ് ഗോപിയെ പിന്തുണച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റില്ല. ഡാറ്റകളൊക്കെ വരുന്നല്ലേ ഉള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ ഹൃദയം കൂടി കവരാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിരവധി പ്രവർത്തനങ്ങൾ, സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കുകയും നിരവധി അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ജില്ലയിൽ മാത്രമല്ലല്ലോ, അദ്ദേഹം ജില്ലയുടെ പുറത്തും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഏത് പരിഹാസത്തിനും അദ്ദേഹത്തിനെ തളർത്താൻ പറ്റിയിട്ടില്ല. ഒരു പരിഹാസത്തിനും അദ്ദേഹത്തിന് തളർത്താൻ പറ്റിയിട്ടില്ല. അദ്ദേഹം കൂടുതൽ ശക്തനാവുക ചെയ്തത്. അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള വിമർശനങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇരട്ടി ശക്തിയുള്ള ആളാക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. സ്ത്രീ ശക്തി സംഗമമെല്ലാം തെരഞ്ഞെടുപ്പിന് ഒരു 6 മാസം മുന്നോടിയായിട്ട് BJP തൃശ്ശൂരിൽ നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. വലിയ ഒരു കൂട്ടം സ്ത്രീകൾ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. ഒരു 2 ലക്ഷത്തിൽ താഴെ ആളുകൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇത് BJP മറ്റുള്ള മണ്ഡലങ്ങളിലൊന്നും ഇതുപോലുള്ളൊരു കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. അപ്പം അത് വലിയ തരത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ BJPക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ അല്ല, മറ്റുള്ള മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഡാറ്റകൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുമ്പോഴേ ഇലക്ഷൻ്റെ കഴിഞ്ഞിട്ടുള്ള ഓരോ ഭാഗത്തു നിന്നുമുള്ള ചെറിയ മണ്ഡലങ്ങളിൽ നിന്നുള്ള ബൂത്തുകളിൽ നിന്നുള്ള ഡാറ്റ കിട്ടുമ്പോഴേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷെ തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒന്നും പറയാനില്ല. സുരേഷ് ഗോപി തരംഗം ഇവിടെ ശരിക്കൊരു കാവ്യ തരംഗം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായിരിക്കാം അദ്ദേഹം ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ കൊടുത്ത ഒരു സമ്മാനമാണ്, അങ്ങേയറ്റം ഹൃദ്യമായ സമ്മാനമാണ് ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തിലുള്ള വിജയം. VS സുനിൽകുമാറും അതോടൊപ്പം തന്നെ K മുരളീധരനും രണ്ടുപേരും ഉറച്ച നിലപാടെടുത്ത് പറഞ്ഞിരുന്നത് തൃശ്ശൂർ എടുത്താൽ പൊന്തില്ല സുരേഷ് ഗോപിക്ക് എന്നുള്ളൊരു നിലപാടായിരുന്നു. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഒരു തിരിച്ചടി ഈ 2 സ്ഥാനാർത്ഥികൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. സുരേഷ് ഗോപി ഇവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ തോൽവി സംഭവിച്ച സമയത്ത് പോലും അദ്ദേഹം തളരാതെ അദ്ദേഹം വീണ്ടും ഇതേ മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി. അത് ആൾക്കാർ വളരെ അനുഭവവേദ്യമായിരുന്നു. ആൾക്കാർ അറിയുന്നുണ്ടായിരുന്നു. പലരും അതിൻ്റെ സഹായങ്ങൾ അനുഭവിച്ച ആൾക്കാരുണ്ടായിരുന്നു. അത് കൂടുതൽ തൃശ്ശൂരിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ പരിഹാസ ശരങ്ങൾ കേൾക്കുമ്പോൾ എന്താ തോന്നുക? സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലും കൂടി കലുഷിതമാവുക ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യനെ പറ്റിയിട്ട് നിരന്തരമായിട്ട് ചർച്ച ചെയ്യുക, മോശം രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അതൊരു സൈക്കോളജിയും കൂടിയല്ലേ, നമ്മൾ ആലോചിച്ചാറിനൂടെ. നമുക്ക് സ്ത്രീ ജനങ്ങളുടെ വോട്ട് അത് സുരേഷ് ഗോപിക്കാണോ കൂടുതലായിട്ട് ലഭിച്ചത്? തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഒരു വിജയം എന്ന് ഞാനിതിനെ പറയും. അങ്ങേയറ്റം സ്ത്രീകളുടെ വിജയം എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ
സ്ത്രീകളുടെ ആണ് ഇതിലെ ബൂത്ത് ലെവലിലെ പ്രവർത്തനത്തിലുമൊക്കെ പുരുഷന്മാരോടൊപ്പം തന്നെ വളരെ ശക്തമായിട്ട് ഏറ്റവും താഴ്ന്ന തട്ടിൽ നിന്ന് തുടങ്ങി പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിജയവും ഉറപ്പിച്ചതായിരുന്നു. ഇതിന് മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, ബൂത്ത് തലത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ പദയാത്ര, സംസ്ഥാന അധ്യക്ഷന്റെ പദയാത്ര, കൂടാതെ മഹിളാ സമ്മേളനം, ഒരുപക്ഷെ ഭാരതം കണ്ടിട്ടില്ലാത്തൊരു മഹിളാ സമ്മേളനം ഞങ്ങളിവിടെ നടത്തി തൃശ്ശൂരിൽ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു തൃശ്ശൂർ സ്ത്രീകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഈ എടുത്ത് ഇനി സുരേഷ് ഗോപിക്ക് കൊടുക്കുക വേണ്ടോ. അതിപ്പോൾ ഇന്ന് കൊടുത്തിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്.